തിരുവനന്തപുരം ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടരുകയാണ്. വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, തിരക്കിട്ട പ്രചരണമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം അത് പുരോഗമിക്കുന്നത്? വിജിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും പന്ന്യൻ രവീന്ദ്രന്റെ പര്യടനം, വാഹന പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാളയത്തെ കുന്നുകുഴിയിലാണ് പന്ന്യൻ രവീന്ദ്രൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ നാട്ടുകാരോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നമുക്ക് സന്ദർഭം നഷ്ടപ്പെടുത്തിയത് മറ്റൊരു സന്ദർഭം തിരിച്ചുവിടില്ല. ഇത് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരായുധമാണ് നമ്മുടെ വോട്ട്. രാജ്യം ഭരിക്കുന്നവർ 10 വർഷം കൊണ്ട് നമ്മുടെ നാട് മുറിച്ചു. മുതലാളിമാർക്ക് വേണ്ടി, അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി നാട് വിറ്റ് അതിൻ്റെ ഏജൻസിയായി നിൽക്കുന്ന രാജ്യം ഭരിക്കുന്നവർ. ഇതാണ് നമ്മുടെ നാട്. നമ്മുടെ എയർപോർട്ട് പോലും വിറ്റത് നിങ്ങൾക്കറിയാലോ. വിറ്റത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ വിറ്റതല്ല, ലീസിന് കൊടുത്ത 50 വർഷക്കാലത്തേക്ക്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, ആർക്ക് കൊടുക്കുന്നതിലും 10 കോടി നമ്മൾ കൂടുതൽ തരാം, നമ്മൾ നടത്തി പരിചയമുണ്ട്. എന്താ മോഡി പറഞ്ഞത്? മോഡി പറഞ്ഞു, ഞാൻ നേരത്തെ വാക്ക് കൊടുത്തു. ആർക്ക്? എൻ്റെ കൂടിയുള്ള ആൾക്ക്. ബോബനും മോഡിയും പോലെ ലോകം മുഴുവൻ നടക്കുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് അദാനി, നമ്മുടെ പ്രധാനമന്ത്രി. നാട് വിൽക്കുമ്പോൾ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ആ മുന്നണിയെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സ്ഥാനാർത്ഥിയാണ് എന്നുള്ളൊരു ഓർമ്മയിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. വിജയം നമ്മുടെ മുമ്പിലാണ്, നമുക്ക് നേടിയെടുക്കാം. ഈ നാട്ടിലെ ജനങ്ങളെ കൂടെ നിങ്ങൾ ഒരാളായി ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജയിച്ചാൽ ഞാൻ നാട് വിടൂല്ല, തോറ്റാലും നാട് വിടൂല്ല. ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരാളായി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിച്ചോ? CAA എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമത്തെ കോൺഗ്രസ് അറിയുന്നില്ല, കോൺഗ്രസ് മിണ്ടുന്നില്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പൗരൻ ആരായിരിക്കണം തീരുമാനിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിലെ പൗരന്മാരെ ഇവിടെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ ഇവർക്ക് എന്താണ് അധികാരം? നമ്മുടെ ഭരണഘടന പറയുന്നത് സെക്കുലർ സ്റ്റേറ്റാണ്. ആ സെക്കുലർ സ്റ്റേറ്റിൽ മതത്തിൻ്റെ പേരിലാണോ മനുഷ്യനിവിടെ ജീവിതം? അത് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ പച്ചയായി പറയുന്നു, ഇവിടെ ഇഷ്ടമുള്ള മതക്കാർക്ക് മാത്രമേ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പൗരത്വമുണ്ടെന്ന്. അതിനെ നോക്കിയിരിക്കുന്ന ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസ് രാജ്യസ്നേഹമുള്ള കോൺഗ്രസ് ആണോ? നിങ്ങൾ തീരുമാനിക്കൂ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ യോജിപ്പിന് വേണ്ടി കേരളം പോലെ ഇന്ത്യയും ആവണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും പോരാടാം. ഇന്നത്തെ അനീതിക്കെതിരായി പോരാടാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് സഖാവ് മനോഹരൻ സഖാവ് നമ്മുടെ എല്ലാം തന്നെ ഗുരുനാഥനാണ്. അദ്ദേഹം വന്ന് മാലയിട്ടപ്പം എൻ്റെ മനസ്സിൽ ഒരു കുളിർമയുണ്ടായി. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ. സഖാവ് AK-ക്ക് ഞാൻ മാലയിട്ട കാര്യം ഓർക്കാൻ സഖാവിന് മുമ്പിൽ കണ്ടപ്പം എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. എന്തായാലും ആതിര, ഇതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അതിനുള്ള നിർണായകമായ പോരാട്ടത്തിൽ ആണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നത് ഒരു അനിവാര്യതയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ ഓരോ കേന്ദ്രങ്ങളിലും വോട്ടഭ്യർത്ഥനയുമായി എത്തുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. വലിയ തരത്തിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പന്ന്യൻ രവീന്ദ്രൻ്റെ വാഹന പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.